യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അജയ, അജയ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഏട്ടൻ പോയിട്ട് വരട്ടെ. ഏതായാലും പോയി എന്നതിനൊരു തെളിവ് കിട്ടിയല്ലോ. പോയത് ഒരു നല്ല കാര്യത്തിനുമല്ലേ. പോയിട്ട് വരട്ടെ. അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ എനിക്കതിന് പറ്റില്ല. കാരണം പോയത് എന്റെ ഭർത്താവാ, എന്റെ 2 കുട്ടികളുടെ അച്ഛനാ. ഞാൻ എന്ത് വേണമെന്ന് എടുത്തി പറയുന്നേ? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണ്ടേ? എന്തിനാ ഒരു കംപ്ലൈന്റ് ആക്കുന്നേ? 1-2 കൊടുത്തോന്നേ, പക്ഷെ അതിനിവിടെ ആരെയും കൂട്ടുപിടിക്കണ്ട. ആവശ്യക്കാരാരാന്ന് വെച്ചാ ഒറ്റയ്ക്ക് അങ്ങ് കൊണ്ട് കൊടുത്താ മതി. എന്താ മോളെ ഇത്? അജേട്ടനൊന്നും പറയണ്ട. ഇവർക്ക് വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അത്രയ്ക്ക് വലിയ ദുഷ്ട മനസ്സ് ഇവരുടേത്. മൈഥിലി, ഒച്ചയെടുത്ത് നിങ്ങൾ പേടിപ്പിക്കൊന്നും വേണ്ട. എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഭർത്താവ് പോയിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് ഗുണം കൊണ്ടാ. അതിനിപ്പോ കൂട്ടുകക്ഷിയാകാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്നാ പറഞ്ഞത്. ഏതായാലും ഭർത്താവ് പോയി ചത്തതൊന്നും അല്ലല്ലോ. അമ്മയെ അന്വേഷിച്ചു പോയതല്ലേ, പോയതുപോലെ ഇങ്ങനെ തിരിച്ചു വന്നോളൂ. നിനക്ക് എങ്ങനെയാ മൈഥിലി ഇങ്ങനെ കണ്ണീ ചോരയില്ലാതെ സംസാരിക്കാൻ പറ്റുന്നത്? എന്റെ കണ്ണിലെ ചോര ഇല്ലാതാക്കിയത് നിങ്ങൾ തന്നെയാ. അത്രയ്ക്കല്ലേ നിങ്ങൾ എന്നെ ദ്രോഹിച്ചിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നത്? അക്കമിട്ട് നിരത്തി തെളിയിക്കാൻ ഇത് കോടതിയൊന്നുമല്ല. ഞങ്ങൾക്കൊട്ട് സമയവുമില്ല. നിങ്ങൾ പോയി എന്താന്ന് വെച്ചാ ചെയ്യൂ. അജയുടെ വന്നേ, ഇങ്ങോട്ട് വരാൻ. ഒന്നും ചെയ്യണ്ട. മോളെ, എന്താ മോളെ, എന്താ പറ്റിയേ? നീ എന്തിനാ നിലവിളിച്ചേ? നീ എന്താ വല്ല സ്വപ്നം കണ്ടോ? നീ ആവശ്യമില്ലാത്തൊക്കെ ഓരോന്ന് ഓർത്തോണ്ട് കിടക്കുന്നുണ്ടാ. ആവശ്യമില്ലാത്തത് എന്തൊക്കെയാ? എന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളോ? എന്റെ മോൾ എവിടെയാണെന്ന് അറിയാത്തതോ?
എന്തൊക്കെ ആവശ്യമില്ലാത്തത് അമ്മയൊന്ന് പറഞ്ഞേ. നീ എന്തിനാടി തൊട്ടതിനും പിടിക്കാനും ഒക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നേ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? വിളക്ക് ചിരിച്ചോണ്ട് ചങ്ക പൊട്ടി കരയണോ? നീ എന്തിനാ മോളെ ഇങ്ങനെ സ്വയം ഒറ്റപ്പെടുന്നത്? ഈ സമയത്ത് നിനക്ക് ആവശ്യം തല ചായ്ക്കാൻ ഒരു തണലാ. ചന്ദ്രനെ വെറുപ്പിച്ചത് ഒട്ടും ശരിയായില്ല. ഇത് പറയാനാണോ ഈ പാതിരാത്രിയിൽ ഓടിപ്പിടിച്ച് വന്നത്? അല്ല, ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിന്റെ നിലവിളി കേട്ടുകൊണ്ട്. നിന്റെ കുഞ്ഞിനെ ഓർത്തല്ലേ നീ ഇപ്പൊ നിലവിളിച്ചത്? ഞാനും ഒരു അമ്മയാടി. നിന്നെപ്പോലെ ദുസ്വപ്നം കണ്ട് നിലവിളിക്കാത്തതേ എനിക്ക് സ്വപ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഉറക്കമില്ലാത്തതുകൊണ്ടാ. തീയ, ചങ്കു മുഴുവൻ തീയ. കണ്ണടച്ച ഉറക്കമല്ല, പേടിയ. അതുകൊണ്ട് ഉറങ്ങാറില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുക. അനുഭവങ്ങൾ കൊണ്ട് അമ്മ പറയാ, നിന്റെ ഈ വാശി ഒന്നിനും പരിഹാരമല്ല. ചന്ദ്രനെ കൂടെ നഷ്ടപ്പെടുത്തിയ പിന്നെ നീ ഉണ്ടാവില്ല. കരയാനും പശ്ചാത്തപിക്കാനാണെങ്കിലും നിന്റെ ഈ ജന്മം ഭൂമിയിൽ ബാക്കി ഉണ്ടാവണ്ടേ? ആലോചിക്ക്, നന്നായിട്ട് ആലോചിക്ക്. നീയാണോ ഞാനാണോ ശരിയെന്ന്? ചേട്ടാ ഒരു ചായ. ഏതാടാ നീ? ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാനിത് ആവർത്തിക്കില്ല. എന്താ ഒന്നും വാങ്ങിയില്ലേ വിഷ്ണുട്ടാ? അത് ഇല്ല, അവിടെ നല്ല തിരക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പോയി വാങ്ങിക്കാം. വിഷ്ണുവേട്ടനല്ലേ വിശക്കുന്നു പറഞ്ഞത്? അത് സാരമില്ല. ഞാൻ പറഞ്ഞതല്ലേ ഒരു സ്റ്റൗ ഒപ്പിച്ചാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന്. ഏയ്, അതൊന്നും ശരിയാവില്ല. ഒന്നാമതായി ലോഡ്ജുകാർ സമ്മതിക്കില്ല. പിന്നെ കഷ്ടപ്പെടുത്താനല്ലോ ഞാൻ നിന്നെ വിളിച്ചിറക്കൊണ്ട് വന്നത്. നീ ഒരു പണിയും ചെയ്യണ്ട. മര്യാദക്കേ നല്ല കുട്ടിയായിട്ട് ഇരുന്നാൽ മാത്രം മതി. അമൃതേ, എന്താ വിഷ്ണുട്ടാ? കാണിച്ചത് അവിവേകമായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്റെ വിഷ്ണുവേട്ടനില്ലേ എന്റെ കൂടെ?